ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഇറ്റാലിയൻ വട്ടുകാപ്പി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വട്ടുകാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് അങ്ങനെ ഒരു അർത്ഥം കൊടുത്തിട്ടുള്ളതാണ്. പൊതുവെ ഇറ്റാലിയൻ ജനത കൂടുതലും ഇത്തരം കോഫിയാണ് ഉപയോഗിക്കാറ്. അത് കോഫിയുടെ എക്സ്ട്രാക്റ്റാണ് അവർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ പറയുന്നത് ഈ തരം കാപ്പി അവർ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടാണ് വയസ്സായ സമയത്ത് അവർക്ക് വട്ട് വരുന്നതെന്നാണ് മലയാളികൾ പൊതുവെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വട്ടുകാപ്പി എന്നുള്ള പേര് കൊടുത്തിട്ട്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, അതൊരു വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ വട്ടുകാപ്പി ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം ഒരു പാത്രം ആവശ്യം കേട്ടോ. ഈ പാത്രത്തിന് ഇതിലാണ് നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നത്. വട്ടുകാപ്പി ആയതിന് അധികം കുടിക്കാൻ പറ്റില്ല. കാപ്പിയുടെ സത്താണ് നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഗ്ലാസ്സിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം അത് ഈ പാത്രത്തിൽ അല്പം വെള്ളം ഒഴിക്കും. ഈ പോർഷൻ വെച്ചിട്ട് ഇതിലാണ് കാപ്പിപ്പൊടി ഇടുന്നത്. ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ കാപ്പിപ്പൊടി ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ നീരാവിയായിട്ട് ഇതിലേക്ക് വരികയും അങ്ങനെ ഇതിലാണ് അത് കളക്ട് ചെയ്യുന്നത്. കോഫി അവസാനം കളക്ട് ചെയ്യുന്നത് ഇതിലാണ്. അപ്പോൾ ഞാൻ ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുക്കണം. അതിൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഈ പാത്രത്തിലേക്ക് വയ്ക്കുക. അതിനുശേഷം കോഫി പൗഡർ, ഇതാണ് അവരുണ്ടാക്കുന്ന കോഫി പൗഡർ. അത് ഈ ചെറിയ പോർഷനിൽ നിറയ്ക്കുകയാണ്. ചെറിയൊരു ഗ്ലാസ് കോഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം കോഫി പൗഡർ ഞാൻ എടുക്കുന്നില്ല. ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഇത് പാത്രം അടച്ച് വയ്ക്കാം. സ്റ്റവ് കത്തിച്ച് ഈ പാത്രം അതിന് മുകളിൽ ഇടുക. അപ്പോൾ താഴെയുള്ള പാത്രത്തിൽ വെള്ളം തിളച്ച് നീരാവിയായിട്ട് വരുമ്പോൾ ആ കോഫി പൗഡർ സ്ഥിതി ചെയ്യുന്ന ആ പാത്രത്തിൻ്റെ അടിയിൽ ഹോൾസാണ്. ആ ഹോളിലൂടെ ഈ നീരാവി കോഫിയുടെ എക്സ്ട്രാക്റ്റ് എടുത്തുകൊണ്ട് ഈ ബോട്ടിലിൽ കളക്ട് ചെയ്യും. അതാണ് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞു കോഫി പൗഡറിൻ്റെ സത്താണ് നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ പാത്രം എടുത്തത്. കൂടുതലെല്ലാം ഇതുപോലെ ചെറിയ പാത്രത്തിലാണ് ഇത് കഴിക്കുക. നമ്മുടെ നാട്ടിൽ ചായ കുടിക്കുന്ന പോലെ നമുക്ക് ഈ കോഫി എക്സ്ട്രാക്റ്റ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ പാത്രമാണ്. അതിനെതിരെ സാധാരണ ഇവിടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ബന്ധുക്കളോ സുഹൃത്തുക്കളോ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്തരം ചെറിയ ഗ്ലാസ്സുകളാണ് ഈ കോഫി ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം ഗ്ലാസ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂർക്ക് ടൂർ പോകുമ്പോൾ അവിടെ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഇത്തരം ചെറിയ ഗ്ലാസ്സിലാണ് അവർ ചായ തന്നത്. നമ്മുടെ നാട്ടിൽ ചായ ഒരു വലിയൊരു ഗ്ലാസ്സിൽ കുടിച്ച് പരിചയം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇത്തരം ചെറിയ ഗ്ലാസ്സിൽ കിട്ടുമ്പോൾ അത് നമുക്ക് മതിയാവില്ല. ഞാൻ അന്ന് 3-4 ചായ ഒരുമിച്ച് വാങ്ങി കഴിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഈ കോഫി കഴിക്കുമ്പോൾ പ്രായമാകുമ്പോൾ വട്ട് വരുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ പൊതുവെ മലയാളികൾ പറയുന്നത് ഇത്തരം കോഫി കഴിച്ചിട്ടാണ് ഇവിടെയുള്ള അപ്പാപ്പന്മാർക്കും അമ്മമാർക്കും വട്ട് വരുന്നതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതിന് വട്ടുകാപ്പി എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് 1-2 തവണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമെന്ന് തോന്നും. നമ്മൾ മദ്യം കഴിക്കുമ്പോൾ ഇങ്ങനെ ആദ്യം അല്പം ടേസ്റ്റും പിന്നെ അതിന് അഡിക്റ്റ് ആവുന്ന പോലെയാണ് ഈ കോഫിയുടെ കാര്യം. നമ്മൾ 2-3 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കുടിക്കണമെന്ന് തോന്നും. ഒരു അഡിക്ഷൻ വരും. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുമ്പോഴാണ് ആ കോഫിയുടെ എക്സ്ട്രാക്റ്റ് ഇതിൽ കളക്ട് ചെയ്യണത്.
വെള്ളം തിളച്ച് വരുമ്പോൾ ഈ പാത്രത്തിലേക്കാണ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് കളക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ആവി ആയിട്ടില്ല, ആവി വരുന്നതേ ഉള്ളൂ. സാധാരണ ഇതിൽ മിക്ക ഇറ്റാലിയൻ വീടുകളിലും ഇത്തരം കോഫി പാത്രം ഉണ്ടായിരിക്കും. അല്പാൽപമായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. മുകളിലത്തെ കണ്ടെയ്നറിൽ അത് കറക്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നല്ല ആ കോഫിയുടെ ഫ്ലേവറിൻ്റെ മണം, അത് വല്ലാത്തൊരു മണം തന്നെയാണ്. ആ തിളക്കുന്ന ആ സ്മെല്ല് നന്നായിട്ട് എല്ലായിടത്തും പരക്കും. അത്രയും നല്ലൊരു ഫ്ലേവറാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കോഫി ഇങ്ങനെ ഇടയ്ക്കൊക്കെ കഴിക്കാനായിട്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇറ്റാലിയൻ ആൾക്കാർ കൂടുതലും ഈ കോഫി തന്നെയാണ് കഴിക്കുക. ഞാൻ ഈ കോഫിയുടെ ആ ഒരു മട്ടപ്പ് മാറാനായിട്ട് അല്പം പഞ്ചസാര കൂടി ഉപയോഗിക്കും. ഇതിലങ്ങനെ പഞ്ചസാര ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഇതാ കോഫി പൗഡറിൻ്റെ സത്താണത്. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ പറയില്ലേ, ചാരായം എങ്ങനെയാണ് വാറ്റിയെടുക്കുന്നത്, അതുപോലെ ഒരു ചെറിയൊരു പ്രോസസ്സ് തന്നെയാണിത്. വെള്ളം തിളച്ച് നീരാവാക്കി ആ നീരാവിനെ ഈ കോഫി പൗഡറിൽ അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തുകൊണ്ട് ഉള്ള ഒരു കോഫി. അപ്പോൾ ഇറ്റാലിയൻ വട്ട് കോഫി റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ ബൈ.